മക്കളെ, ലോകം മുഴുവൻ ദൈവസ്നേഹം പെയ്തിറങ്ങുന്ന പുണ്യരാത്രിയാണ് ക്രിസ്തുമസ്. സ്നേഹമോ സന്തോഷമോ ത്യാഗമോ സമാധാനവും ഇല്ലാത്ത ധാരാളം ഭവനങ്ങളുണ്ട്. ഓരോ കുടുംബങ്ങളിലേക്കും ഇന്ന് ദൈവസ്നേഹത്തിന്റെ കിരണവുമായി ഉണ്ണിയേശു കടന്നു വരികയാണ്. ഈശോ എല്ലാ തകർന്ന കുടുംബങ്ങളെയും നമ്മുടെ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങളെയും കരങ്ങളിൽ ഏറ്റുവാങ്ങുന്ന പുണ്യസുദിനം. വചനം പറയുന്നു, ലൂക്കയുടെ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം, ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. മക്കളെ, സ്നേഹത്തോളം ശക്തമായി മറ്റൊന്നും ഈ ലോകത്തിലില്ല. കാരണം സ്നേഹം ദൈവമാണ്. ദൈവത്തിന്റെ ശക്തി സ്നേഹമാണ്. ആ സ്നേഹത്തിൽ നിന്നാണ് അവിടുന്ന് രക്ഷകനായി, രക്ഷയായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഇന്ന് സ്നേഹത്തിന്റെ തിരുനാളാണ്. ദൈവസ്നേഹം പെയ്തിറങ്ങുന്ന രാത്രിയാണ്. ക്രിസ്തുമസ് രാത്രിയാണ്. പാപം മോചിക്കുവാനും രോഗികളെ സുഖപ്പെടുത്തുവാനുമായി ഈശോ വ്യക്തികൾ തോറും, ഭവനങ്ങൾ തോറും, ദേശങ്ങൾ തോറും സഞ്ചരിക്കുന്ന ദിവസമാണ്. സ്നേഹത്തിനൊരു പ്രത്യേകതയുണ്ട്. സ്നേഹം എത്രത്തോളം നൽകുന്നുവോ അതിന്റെ ഇരട്ടി സ്നേഹം ദൈവം നമ്മിൽ നിറച്ചുകൊണ്ടിരിക്കും. സ്നേഹം ലഭിക്കാത്തത് കൊണ്ടല്ലേ ഇന്ന് ലോകം ഇത്രമാത്രം രോഗാവസ്ഥയിൽ പോയത്? ക്യാൻസർ രോഗം, ട്യൂമർ രോഗം, കിഡ്നി രോഗങ്ങൾ, ഹൃദ്രോഗം, ശ്വാസകോശ രോഗം, അതുപോലെ തന്നെ അലർജി രോഗങ്ങൾ, സ്ത്രീ സഹജ രോഗങ്ങൾ, പുരുഷ സഹജ രോഗങ്ങൾ, അസ്ഥി രോഗങ്ങൾ, നിരൂപിക്കാൻ പറ്റാത്ത വണ്ണത്തിലുള്ള രോഗപീഠകൾ ഇന്ന് ലോകത്തരങ്ങേറുകയാണ്. ഒറ്റ കാരണമേ ഉള്ളൂ, സ്നേഹം കിട്ടാത്തതുകൊണ്ട്. യഥാർത്ഥമായ സ്നേഹം കിട്ടിയിരുന്നുവെങ്കിൽ എത്രയോ മരണങ്ങൾ, എത്രയോ രോഗങ്ങൾ, എത്രയോ ദാരിദ്ര്യം, എത്രയോ യുദ്ധങ്ങൾ, എത്രയോ കലാപങ്ങൾ ഒഴിവാക്കാമായിരുന്നു. മകളെ, സ്നേഹം കുടുംബത്തിലും സഭയിലും മതത്തിലും ഓരോ ഗ്രൂപ്പുകളിലും ഓരോ സമ്മേളനങ്ങളിലും നിർത്താതെ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യത്വമെന്ന വിശാലമായ ലോകത്തിലേക്ക് നമ്മുടെ സ്നേഹം ഒഴുകിയിറങ്ങട്ടെ. ഈശോ ഓരോ ഹൃദയങ്ങളിലേക്കും ഓരോ കുടുംബങ്ങളിലേക്കും കടന്നു വന്ന് അനുഗ്രഹ പൂമഴ ചൊരിയട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.